സോങ്ങും ഒരു കോഫി ഷോപ്പിൽ എത്തിയിരിക്കുന്നു. സോം അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു പെൺകുട്ടി സൂവിന്റെ നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ സൂ ആകട്ടെ നമ്പർ കൊടുക്കുവാനായിട്ട് തയ്യാറാക്കുന്നില്ല. സോങ് തന്റെ ഗേൾഫ്രണ്ട് ആണെന്നൊക്കെ ആ പെൺകുട്ടിക്ക് സു പരിചയപ്പെടുത്തി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അവളും സോറിയൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. ഗയോ സൂവിനെ സോങ്ങിന്റെ വീട്ടിൽ നിന്നും പറഞ്ഞയച്ചതിന് ശേഷം സോങ്ങിനോട് സംസാരിക്കുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് സൂവിന് ഗേൾസ് എഴുതിയിട്ടുണ്ടായിരുന്ന ലവ് ലെറ്റേഴ്സ് ഒന്നും തന്നെ സൂവിന് കൊടുക്കാതെ ഗയോ സൂക്ഷിച്ചു വെച്ചതായിരുന്നു. ഇപ്പോൾ അതെല്ലാം തന്നെ സോങ്ങിനെയും അവൾ ഏൽപ്പിക്കുന്നു. പിന്നീട് അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് സൂവിനെ കുറിച്ച് സംസാരിക്കുകയും കൂടുതലായിട്ടൊക്കെ അടുക്കുകയും ചെയ്യുകയാണ്. ഷിയാനും സൂവിന് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ നന്ദി എന്ന രീതിക്ക് ഷിയാനും സൂവും കൂടി ഒന്നിച്ചിരുന്ന് ബിയറൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ സോങ്ങിന്റെ കുട്ടിക്കാലത്തെ കുറിച്ചൊക്കെ സൂ ചോദിക്കുകയും ഷിയാൻ കുറെ അധികം പഴയ ഫോട്ടോസ് ഒക്കെ സൂവിന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. രാത്രി ലവ് ലെറ്റേഴ്സ് എല്ലാം തന്നെ സോങ് സൂവിന് വായിച്ചു കേൾപ്പിക്കുകയാണ്. അവൻ അതൊന്നും തന്നെ കേൾക്കുവാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ പോലും അവന് കിട്ടിയ ട്രോഫീസിന്റെ സ്ഥാനമായിരുന്നു ആ ഒരു ലവ് ലെറ്റേഴ്സിന് സോങ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ അവൾ അതെല്ലാം തന്നെ സൂക്ഷിച്ചും വെക്കുന്നു. ഗയോന്റെ ഫോട്ടോഷൂട്ടിന് ശേഷം ഗയോനെ കാണുവാനായിട്ട് സ്പോൺസർ ചെയ്യുന്ന ബോസ് എത്തുമെന്നും ഒന്നിച്ചിരുന്ന് ഡിന്നറൊക്കെ കഴിക്കുവാനായിട്ടും അയാൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ അസിസ്റ്റന്റ് ഗയോയോട് പറയുന്നു. ഗയോയും അപ്പോൾ പോകാമെന്നൊക്കെ സമ്മതിക്കുന്നുണ്ടെങ്കിലും അസിസ്റ്റന്റ് അവിടെ നിന്ന് പോകുന്ന സമയത്ത് അവളും അവിടെ നിന്ന് മുങ്ങുവാനായിട്ടൊക്കെ നോക്കുന്നു. പക്ഷെ അവിടെ വെച്ചായിരുന്നു ഷിയാനും ഗയോയും കൂടി കൂട്ടിമുട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഒന്നിച്ച് അവിടെ നിന്നും നൂഡിൽസ് ഒക്കെ കഴിക്കുവാനായിട്ട് മറ്റൊരു സ്ഥലത്തേക്കൊക്കെ പോകുകയാണ്. അങ്ങനെ അവർ ഒന്നിച്ച് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതേ സ്ഥലത്തായിരുന്നു ബോസും എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് കഴിക്കുന്നത് കാണുന്ന ബോസ് ആകട്ടെ അവരെ രണ്ടുപേരെയും നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ള ആ ഒരു ഡിന്നറൊക്കെ കഴിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. അങ്ങനെ അവർ ഒന്നിച്ച് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അസിസ്റ്റന്റും ഒരുപാട് മദ്യപിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഡയോയോടും ഒരു പാട്ടൊക്കെ പാടാമോ എന്നൊക്കെ ബോസും ആളുകളും ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും അവൾക്കും പാട്ട് പാടുവാൻ മടിയായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഗയാൻ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പാട്ട് പാടാമെന്ന് പറഞ്ഞ് ഗയോനെയും കൂട്ടിക്കൊണ്ട് പോകുകയും വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ ഒരു പാട്ട് പാടുകയും ചെയ്യുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ അത് കേൾക്കുവാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് പുക വലിക്കുവാനായിട്ടും ഇറങ്ങിപ്പോകുന്നു. അവരങ്ങനെ പോയത് കൊണ്ട് ഇപ്പോൾ ഗയോയും ഷിയാനും മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗയോയ്ക്ക് വേണ്ടി ഷിയാനും ഒരു പാട്ടൊക്കെ പാടിക്കൊടുക്കുന്നു. അന്ന് രാത്രി ഷിയാനെ കുറിച്ച് ആലോചിക്കുന്ന അവൾക്കും ഉറക്കമൊന്നും വരുന്ന പോലും ഉണ്ടായിരുന്നില്ല. അവൻ തന്നെക്കാളും ജൂനിയർ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും അവനോട് പ്രണയമൊന്നും തോന്നുവാനായിട്ട് പാടില്ല എന്ന് അവളും അവളുടെ മനസ്സിനോട് പറയുന്നു. ഹാനും ഷോപ്പിങ്ങിനൊക്കെ ശേഷം സ്നാക്സുമായിട്ട് റെസ്ക്യൂ ടീമിലെ ആളുകളെ കാണുവാനായിട്ട് എത്തുകയാണ്. അവിടെ വെച്ച് മൂവിക്കൊക്കെ വരുന്നുണ്ടോ എന്ന് ലൂവും ഹാനിനോട് ചോദിക്കുന്നു. പക്ഷെ അവൾ അപ്പോൾ തന്നെ അത് റിജക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിനക്ക് ഹാനിനെ ഇഷ്ടമാണോ എന്നൊക്കെ ലൂവിന്റെ ഫ്രണ്ടും ലൂവിനോട് ചോദിക്കുകയാണ്. പക്ഷെ അവനെ മാറ്റി നിർത്തിയതിനു ശേഷം എനിക്ക് അവളോട് ഇഷ്ടമൊന്നും തന്നെയില്ല. മറിച്ച് സൂവിനെയും സോങ്ങിനെയും ഒന്നിപ്പിക്കുവാൻ വേണ്ടി ആയിരുന്നു ഞാനും അവളുമായിട്ട് ക്ലോസ് ഒക്കെ ആയത്. അതല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒന്നും തന്നെ ഇല്ല എന്നൊക്കെ ലൂവും ഫ്രണ്ടിനെ അറിയിക്കുന്നു. പക്ഷെ ഇതെല്ലാം തന്നെ ഹാനും കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്നും പിണങ്ങി പോക്കുകയാണ്. ലു എന്തൊക്കെ പറഞ്ഞിട്ടും ഹാൻ അതൊന്നും തന്നെ കേൾക്കുവാനായിട്ട് പോലും തയ്യാറാക്കുന്നില്ല. ലൂവും ഇപ്പോൾ ആകെ വിഷമം വന്നിട്ട് ലൂവും ഫ്രണ്ടും കൂടി ചേർന്നിട്ട് മദ്യപിക്കുകയാണ്. ഫ്രണ്ട് ആകട്ടെ ഇതിനു മുമ്പ് ഒരുപാട് ഗേൾസുമായിട്ട് ലൂ ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും പലരുടെയും പേര് പോലും അവന് ഓർമ്മയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരാളുകളെ പോലെ ഒന്നുമല്ല ഹാൻ. നിനക്ക് ശരിക്കും അവളോട് പ്രണയമാണെന്നൊക്കെ ഫ്രണ്ടും പറയുകയാണ്. അങ്ങനെ ഫ്രണ്ട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കുമാണ് ലൂവും ആ ഒരു സത്യമൊക്കെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ ഹാനിനെ കണ്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ഒത്തുതീർപ്പാക്കുവാനായിട്ടും ഫ്രണ്ട് ലൂവിനെ പറഞ്ഞയക്കുന്നു. ഇനി ലൂ ആകട്ടെ ഹാന്റെ വീടിന് മുമ്പിൽ എത്തി കഴിയുമ്പോഴത്തേക്കും അവളും ജോഗിംഗ് ഒക്കെ ചെയ്യുവാനായിട്ട് പോകുകയായിരുന്നു. എങ്കിലും ലൂവും അവളുടെ കൂടെ തന്നെ പോകുന്നു. അങ്ങനെ അവളോട് കുറെ നേരം സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും വഴിയിലാകട്ടെ കുറെ പേര് ഡാൻസ് ചെയ്യുന്നതൊക്കെ ഹാനും ശ്രദ്ധിക്കുകയാണ്. അത് കാണുന്ന ഹാനാകട്ടെ നീ ഇവരുടെ ഒപ്പം ഡാൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിന്നോട് ക്ഷമിക്കണോ വേണ്ടയോ എന്ന് ഞാനൊന്ന് ആലോചിക്കാമെന്നൊക്കെ പറയുകയാണ്. അത് കേട്ട് ഉടനെ തന്നെ ലൂവും അവരുടെ ഒപ്പം ചേർന്ന് ഡാൻസ് ഒക്കെ ചെയ്യുന്നു. അവന്റെ ഡാൻസ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ അവനോട് അവർ കൂടുതലായിട്ടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും റെസ്ക്യൂ ടീമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവൻ കൊടുത്തതിന് ശേഷം എന്താവശ്യമുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യണമെന്നും അവരെ അറിയിക്കുന്നു. ഇനി ഒരു മാസത്തിന് ശേഷം സോഗിന്റെയും ഹാനിന്റെയും ഷോപ്പൊക്കെ വളരെ നല്ല രീതിയിൽ ലാഭത്തിലായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു പാർട്ടിയും വെക്കുന്നു. ആ ഒരു പാർട്ടിയിൽ ടാങ്ങും എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും മദ്യപിക്കുമ്പോഴത്തേക്കും സോങ് മദ്യപിക്കുവാനായിട്ട് തുടങ്ങുന്നത് കാണുന്ന ടാങ് ആകട്ടെ അവൾക്ക് മദ്യമൊന്നും കൊടുക്കണ്ട, പകരമായിട്ട് ഞാൻ മദ്യപിച്ചോളാം എന്ന് പറഞ്ഞ് മദ്യമൊക്കെ മേടിക്കുകയാണ്. പക്ഷെ അത് കാണുന്ന സൂവും അതിന്റെ ആവശ്യമില്ല, ഞാൻ മദ്യപിച്ചോളാം എന്ന് പറഞ്ഞ് ടാങ്ങിന്റെ കയ്യിൽ നിന്നും മദ്യമൊക്കെ മേടിച്ചു കുടിക്കുന്നു.
പിന്നീട് എല്ലാവരും കൂടി ചേർന്നിട്ട് ഓരോരോ ഗെയിംസ് ഒക്കെ വെക്കുകയാണ്. ഗെയിംസ് വെക്കുമ്പോൾ തോൽക്കുന്ന ആള് മദ്യം കുടിക്കണം. ആ ഒരു രീതിയിലായിരുന്നു ഗെയിം ഉണ്ടായിരുന്നത്. സൂവും ടാങ്ങുമാകട്ടെ പരസ്പരം മത്സരമൊക്കെ വെച്ചതുപോലെയാണ് മദ്യപിക്കുന്നത്. പിന്നീട് അവർ രണ്ടുപേരും കൂടി ബാത്റൂമിലൊക്കെ പോയി നിൽക്കുകയും പരസ്പരം അടി കൂടുകയും ചെയ്യുന്നു. നീ സോങ്ങിനെ ചതിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ ഒരിക്കലും വെറുതെ വിടുകയില്ല എന്ന് ടാങ്ങും സൂവിനോട് പറയുന്നുണ്ട്. കുറെ നേരം കഴിയുമ്പോഴത്തേക്കും സൂവും ടാങ്ങും മിസ്സിംഗ് ആണെന്ന് മനസ്സിലാക്കുന്ന സോങ്ങും അവരെ അന്വേഷിച്ച് ബാത്റൂമിലേക്കൊക്കെ പോകുന്നു. അപ്പോഴവർ രണ്ടുപേരും അടി കൂടുക ആയിരുന്നെങ്കിൽ പോലും സോങ്ങിനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും ഫ്രണ്ട്സ് എന്ന രീതിയിലേക്കാണ് നിൽക്കുന്നത്. ഇനി ഒരിക്കലും അവർ രണ്ടുപേരും അടികൂടുകയില്ല എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും ഒന്നിച്ചു പോകുകയും ലോ ഹാനിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകുകയും ചെയ്യുന്നു. ഹാനിനെ കൊണ്ടുപോയി ബെഡിലൊക്കെ കിടത്തി കഴിയുമ്പോഴത്തേക്കും ലോ കൂടി ഹാനിന്റെ ഒപ്പം ബെഡിലൊക്കെ കിടക്കുകയാണ്. ആ ഒരു സീനോട് കൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഗോട്ടെ ക്രഷോണിയുടെ 18ാമത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും ലൂ ഇപ്പോൾ ഉള്ളത് ഹാനിന്റെ വീട്ടിലാണ്. ലൂവും ഹാനിന്റെ റൂമിൽ നിന്ന് പോകുവാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ഹാൻ നിർബന്ധമായിട്ട് തന്നെ അവനെ പിടിച്ച് കട്ടിലേക്കൊക്കെ കിടത്തുന്നു. പിന്നീട് അവനോട് ഇന്ന് പോകണ്ട എന്ന് പറയുകയും അവനെ കിസ് ചെയ്യുകയും ചെയ്യുകയാണ്. രാവിലെ ആക്കുമ്പോഴത്തേക്കും ടാങ് കണ്ണു തുറക്കുമ്പോഴത്തേക്കും ടാങ്ങിന്റെ അടുത്ത് കിടന്നത് സൂ ആയിരുന്നു. പക്ഷെ അവർ രണ്ടുപേരും പരസ്പരം കണ്ട് കഴിയുമ്പോഴത്തേക്കും നീ എന്താണ് എന്റെ ബെഡിൽ കിടക്കുന്നതെന്ന് ചോദിച്ച് ആകെ അടി കൂടുകയാണ്. ആ ഒരു ശബ്ദമൊക്കെ കേട്ടുകൊണ്ട് ലിമോ ഫ്രണ്ടും കൂടി റൂമിലേക്ക് വരുന്നു. ഇന്നലെ നിങ്ങൾ രണ്ടുപേരും വളരെ കൂട്ടായിരുന്നല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരും എടുത്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ഒക്കെ കാണിക്കുകയാണ്. അതിലാകട്ടെ സോയും ടാങ്ങും കൂടി ചേർന്ന് പല ഗെയിംസ് ഒക്കെ കളിക്കുന്നതായിരുന്നു ഉണ്ടായിരുന്നത്. അത് കണ്ട് ദേഷ്യം വരുന്ന അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. പക്ഷെ ആ വീഡിയോ ഒക്കെ സോങ്ങിനെ നേരത്തെ തന്നെ അവർ അയച്ചിട്ടുമുണ്ടായിരുന്നു. സോങ് രാവിലെ എണീക്കുമ്പോൾ തന്നെ ആ ഒരു വീഡിയോസ് എല്ലാം തന്നെ കാണുകയാണ്. രാവിലെ എണീറ്റ് കഴിയുമ്പോഴത്തേക്കും ഹാനും നടന്ന കാര്യങ്ങളെ കുറിച്ച് ഒന്നും തന്നെ ആലോചിക്കേണ്ടതായിട്ടില്ല എന്നും താനായിരുന്നു തെറ്റുകാരി എന്നും ഒക്കെ ലൂവിന്റെ അടുത്തും പറയുകയാണ്. അതുകൊണ്ട് തന്നെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ മറന്നിട്ട് നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് തന്നെ തുടരാമെന്നും അവൾ അറിയിക്കുന്നു. നടന്ന കാര്യങ്ങളൊക്കെ മറ്റാരോടെങ്കിലും പറയുകയാണെങ്കിൽ നിന്നെ ഞാൻ ഒരു ഫ്രണ്ട് ആയിട്ട് പോലും കാണുകയില്ല എന്നൊക്കെ ഹാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ലൂവും അവിടെ നിന്നും പോകുന്നു. കാര്യങ്ങളൊക്കെ രഹസ്യമാക്കി വെക്കണമെന്നായിരുന്നു ഹാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതെങ്കിലും സോങ്ങിനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും ഇന്നലെ രാത്രി ഞാനും ലൂവും കൂടി ഒന്നിച്ചായിരുന്നു കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നതെന്ന കാര്യമൊക്കെ അവളും സോങ്ങിനെ അറിയിക്കുന്നു. ലൂവും അന്ന് രാത്രി നടന്ന കാര്യങ്ങളെല്ലാം തന്നെ സോങ്ങിനെ അറിയിക്കുന്നു. ലൂവും ഇതുവരെ ഡേറ്റ് ചെയ്ത എല്ലാ പെൺകുട്ടികളുടെ നമ്പറൊക്കെ ഡിലീറ്റ് ചെയ്തു എന്നും ആകെ ഇപ്പോൾ ഹാനിനെ മാത്രമേ താൻ സിൻസിയർ ആയിട്ടൊക്കെ ലവ് ചെയ്യുന്നുള്ളൂ എന്നും ലൂവും തുറന്നു പറയുകയാണ്. പക്ഷെ ഹാനും രാവിലെ എണീറ്റപ്പോഴത്തേക്കും ഒരു കാര്യങ്ങളും മനസ്സിൽ വെക്കരുതെന്നായിരുന്നു എന്നോട് പറഞ്ഞത്. അവൾ അങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്നും കൂടി ലു അറിയിക്കുന്നു. അപ്പോഴേക്കും ഏതോ ഒരു സ്ഥലത്ത് ഭൂകമ്പമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കാരണം കൊണ്ട് തന്നെ റെസ്ക്യൂ ടീം അവിടെ പോകുവാനായിട്ട് റെഡിയാക്കുന്നു. സോവും ഭൂകമ്പം നടക്കുന്ന സ്ഥലത്തേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് സോങ്ങിന് മെസ്സേജ് ഒക്കെ അയക്കുന്നു. സോങ്ങിനും ഭൂകമ്പം നടക്കുന്ന സ്ഥലത്ത് പോകുവാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് തന്നെ വലിയൊരു തുകയൊക്കെ സംഭാവന ചെയ്യുകയാണ്. ലൂവും ഇങ്ങനൊരു സംഭവം നടന്നതിനെ കുറിച്ച് തനിക്ക് മെസ്സേജ് അയക്കണമെന്ന് ഹാനും ആഗ്രഹിക്കുന്നുണ്ട്. സോങ്ങിന്റെയും ഹാനിന്റെയും ഷോപ്പ് വിറ്റ് ഒരു പ്രൊഡക്റ്റ് ഒക്കെ യൂസ് ചെയ്തത് കൊണ്ട് തന്നെ ഒരു സ്ത്രീക്കാകട്ടെ അലർജിക്ക് ഉണ്ടായെന്നും അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കേസൊക്കെ കൊടുക്കാനായിട്ട് പോകുകയുമാണെന്നുള്ള ഒരു മെസ്സേജ് ഒക്കെ അവർക്ക് കിട്ടുകയാണ്. ആ ഒരു പ്രൊഡക്റ്റിന്റെ ഉടമസ്ഥരെ കോൺടാക്ട് ചെയ്യുന്നത് ആയിരിക്കുമെന്നും ഏത് രീതിയിലുള്ള കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്തു കൊടുക്കാമെന്നുമൊക്കെ ഹാൻ പറയുന്നുണ്ടെങ്കിൽ പോലും പ്രൊഡക്റ്റ് മേടിച്ചത് ഇവരുടെ ഷോപ്പിൽ നിന്നും ആയതുകൊണ്ട് തന്നെ അതിന്റെ നഷ്ടപരിഹാരവും നൽകേണ്ടത് അവർ തന്നെയാണെന്നുള്ള ഒരു രീതിയിലൊക്കെയാണ് ആ സ്ത്രീയും മുന്നോട്ട് പോകുന്നത്. ശരിക്കും ഒരു ബ്രാൻഡ് ആകട്ടെ അവരുടെ പ്രൊഡക്റ്റിന്റെ കൂടെ ഫേക്ക് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് കൂടി നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ അലർജിക്ക് ആളുകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അതിനെക്കുറിച്ചൊക്കെ സോങ്ങും ടീമും അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവരും അതിന് തക്കതായിട്ടുള്ള ഒരു മറുപടിയൊന്നും ആയിരുന്നില്ല നൽകിയത്. അതുകൊണ്ട് തന്നെ സോങ് നമുക്ക് അവർക്കെതിരായിട്ട് കേസ് കൊടുക്കാമെന്നും കോമ്പൻസേഷനൊക്കെ മേടിക്കാമെന്നും പറയുകയാണ്. സോങ്ങിന് PhD ഒക്കെ ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ സോങ്ങിന് വേണ്ടി ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ ഒക്കെ എഴുതി കൊടുക്കാമോ എന്ന് വലിയൊരു പ്രൊഫസറിന്റെ അടുത്ത് ടാങ്ങും ചോദിക്കുന്നു. അയാളും അതൊക്കെ സമ്മതിക്കുന്നു. സോൻ ടീമും ഭൂകമ്പമൊക്കെ നടന്ന സ്ഥലത്തെത്തി അവിടുത്തെ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തുകയാണ്. ടാങ്ങും ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് സോങ്ങിന്റെ അടുത്തേക്ക് വരികയാണ്. സോങ്ങും തിരക്കിലായതുകൊണ്ട് തന്നെ അവനും സോങ്ങിനെ ഹെൽപ്പ് ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ ഫേക്ക് പ്രൊഡക്ട്സ് ഒക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്ന കമ്പനി ഉണ്ടല്ലോ, അവർക്ക് എതിരായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ലെറ്ററൊക്കെ ടാങ് കാണിക്കും. ടാങ് അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് മറ്റൊരാൾക്ക് അയച്ചു കൊടുത്തിട്ട് ഈ ഒരു കമ്പനിയെ കുറിച്ച് കൂടുതലായിട്ടൊക്കെ അന്വേഷിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. ടാങ്ങിന്റെ സഹായത്തോടു കൂടി തന്നെ ഫേക്ക് ആയിട്ടുള്ള പ്രൊഡക്ട്സും നല്ലതായിട്ടുള്ള പ്രൊഡക്ട്സും മാറ്റി മാറ്റി വയ്ക്കുകയാണ്. ഞങ്ങൾക്ക് പ്രൊഡക്റ്റ് ഒക്കെ നൽകിയവർ തന്നെ ആയിരുന്നു ഞങ്ങളെ ചതിച്ചതെന്ന രീതിയിലൊക്കെ സോങ്ങും ഒരു പോസ്റ്റ് ഒക്കെ ഇടുകയാണ്. ഫേക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒക്കെ നൽകി പറ്റിച്ചത് കൊണ്ട് തന്നെ സോങ്ങും അതിനെതിരെ കേസ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു എന്ന് ഫേക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മേടിച്ച കസ്റ്റമേഴ്സ് ആകട്ടെ തങ്ങളുടെ കൂടെ നിൽക്കണമെന്നൊക്കെ അഭ്യർത്ഥിക്കുകയാണ്.
ടാങ്ങും ഈ ഒരു കമ്പനിയെ കുറിച്ച് അന്വേഷിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. സോ ഫേക്ക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ലീഡൊക്കെ ടാങ്ങിന് ലഭിച്ചിരിക്കുകയാണ്. ലിമും കണ്ണിൽ മരുന്നൊക്കെ ഒഴിക്കുവാൻ നേരത്തായിരുന്നു ഡിങ്ങിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഡിങ്ങും അവനെ ഹെൽപ്പ് ഒക്കെ ചെയ്യുന്നു. അതൊക്കെ കാണുന്ന മറ്റൊരാളാകട്ടെ ഇനി ഒട്ടും തന്നെ വൈകണ്ട, അവളെ ഡേറ്റിനൊക്കെ വിളിച്ചോളുവാനായിട്ടും ലിമിന്റെ അടുത്ത് പറയുകയാണ്. ഫേക്ക് പ്രൊഡക്റ്റ് വിറ്റ കമ്പനി ആകട്ടെ ഇപ്പോൾ സോങ്ങിനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. സോങ്ങും അവർക്കെതിരെ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. സോങ്ങിന്റെ ഒക്കെ അറിവോടുകൂടിയാണ് ഞങ്ങൾ ഫേക്ക് പ്രോഡക്ട്സ് നൽകിയതെന്ന രീതിയിലൊക്കെ വാദിക്കുന്നതായിരിക്കുമെന്നും ഇവർക്ക് അല്ല എന്ന് തെളിയിക്കുവാനായിട്ട് ഒരു രീതിയിലുള്ള തെളിവുകളും ഇല്ല എന്നുമൊക്കെ ആ ഒരു ഓണറും സംസാരിക്കുന്നു. ആ ഒരു കടയൊക്കെ നശിപ്പിക്കുവാനായിട്ട് കുറെ ആളുകളെയുമായിട്ടായിരുന്നു അവൾ എത്തിയിട്ടുണ്ടായിരുന്നതെങ്കിലും ടാൻ കൃത്യസമയത്ത് ഇടപെടുന്നത് കൊണ്ട് തന്നെ അവൾക്ക് മറ്റൊന്നും തന്നെ ചെയ്യുവാൻ സാധിക്കുന്നില്ല. അവർ മൂന്നുപേരും കൂടി ഒന്നിച്ചിരുന്ന ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും സോനിയെ കുറിച്ച് ഓർക്കുന്ന സോങ്ങും അവന് മെസ്സേജ് ഒക്കെ അയക്കുന്നു. അവനും തിരക്കുകൾക്കിടയിലാകട്ടെ 2 ദിവസത്തിനുള്ളിൽ തിരിച്ചെത്തുന്നതായിരിക്കുമെന്ന ഒരു മെസ്സേജ് ഒക്കെ സോങ്ങിനും അയക്കുകയാണ്. സോങ്ങിന്റെ ഒപ്പം ഒന്നിച്ച് റെസ്റ്റോറന്റിലൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ലോവിനോട് വേഗം വണ്ടിയൊക്കെ ഓടിക്കുവാനായിട്ട് സോവും ആവശ്യപ്പെടുന്നു. അങ്ങനെ റെസ്ക്യൂ ടീം ഇപ്പോൾ തിരിച്ച് നാട്ടിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. സോവും ഒരു മീറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ലിമും ഒരു ഫെസ്റ്റിവൽ ഒക്കെ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒന്നിച്ചു പോയിരുന്ന ഫുഡൊക്കെ കഴിച്ചാലോ എന്ന് ഡിങ്ങിന്റെ അടുത്ത് നിന്ന് ചോദിക്കുന്നു. തന്റെ വീട്ടിലൊരു ഡോഗ് ഉണ്ടെന്നും അതിനെ നോക്കേണ്ടതായിട്ടുണ്ടെന്നും ഒക്കെ ഡിങ് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എനിക്കും ഡോഗിനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ഡിങ്ങിന്റെ പിറകെ പോകുകയാണ് ലിമും. ഒരു കുട്ടി മിസ്സിംഗ് ആയതിന്റെ റിപ്പോർട്ടൊക്കെ സോങ്ങിന് ലഭിക്കുകയാണ്. സോവും സോങ്ങിനെ കാണുവാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നെങ്കിലും ആ കുട്ടീനെ രക്ഷിക്കുവാനായിട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ കുറെ നേരമായിട്ട് റെസ്റ്റോറന്റിൽ സോങ്ങും ഒറ്റയ്ക്കാണുള്ളത്. ഫെസ്റ്റിവൽ ഒക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ റെസ്റ്റോറന്റിൽ കപ്പിൾസ് ആയിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. പലരും കൂടെയുള്ള ഗേൾഫ്രണ്ടിനെ പ്രപ്പോസ് ചെയ്യുന്നതൊക്കെ സോങ് ശ്രദ്ധിക്കുന്നു. ടാങ്ങിന്റെ ഫ്രണ്ടും സോങ് ഒറ്റയ്ക്കിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടാങ്ങിനെ കോൾ ചെയ്ത് ടാങ്ങും ഇപ്പോൾ സോങ്ങിന്റെ അടുത്തേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. ടാഗിനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും അവർ കപ്പിൾസ് ആണെന്ന് തെറ്റിദ്ധരിക്കുന്ന റെസ്റ്റോറന്റിലെ സ്റ്റാഫ്സും ടാഗിന് ഫ്ലവേഴ്സ് ഒക്കെ നൽകുകയാണ്. ടാങ്ങും ആ ഒരു ഫ്ലവേഴ്സ് ഒക്കെ സോങ്ങിന് നൽകിയിട്ട് നിന്റെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടായിരിക്കുമെന്നും പറയുന്നു. ആ ഒരു സമയത്തൊക്കെ ആയിരുന്നു സൂവും റെസ്റ്റോറന്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സീനോട് കൂടി ഈ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.